ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. വായു ഗുണനിലവാര സൂചിക ഇന്ന് 400 മുകളിലായി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞും തുടരുന്നു. കാലാവസ്ഥയുടെ തീവ്രതയെക്കുറിച്ച് പറയാൻ നമുക്കപ്പം വിനീത വി ജി കൂടെ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, മാസ്ക് ഒക്കെ ധരിച്ചു മാത്രം ആൾക്കാർക്ക് പുറത്തിറങ്ങേണ്ട അവസ്ഥ ഇപ്പോഴും ഡൽഹിയിൽ തുടരുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായും മാസ്ക് ഒക്കെ ധരിച്ച് തന്നെ ഡൽഹിയിൽ പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇന്നും വായു മലിനീകരണം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. പക്ഷേ ഇന്നലത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു അല്പം ആശ്വസിക്കാമെന്ന് പറയുമ്പോഴും ഈ വായു ഗുണനിലവാര നിരക്ക് അതിപ്പോഴും ഗുരുതര വിഭാഗത്തിൽ തന്നെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നും 400-ന് മുകളിൽ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന NCR മേഖലകളിലേക്ക് അടക്കമുള്ള AQI റേറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ മാസ്ക് ധരിച്ച് ഇറങ്ങുക. ഈ ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അലർജി ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ ഈ ശൈത്യകാലത്തൊക്കെ കൂടുതൽ വർദ്ധിക്കുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ഈ കനത്ത മൂടൽമഞ്ഞ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഡൽഹി NCR മേഖലകളിലേക്കൊക്കെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊക്കെ കാണാൻ കഴിയുന്നത് പോലെ എൻ്റെ പിൻവശത്തേക്കൊക്കെ ഇപ്പോഴും അതിരൂക്ഷമായിട്ടുള്ള മൂടൽമഞ്ഞ് ഇപ്പോഴും തുടരുക തന്നെയാണ്. അത് പഞ്ചാബിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഒക്കെ ഇത്തരത്തിലേക്കുള്ള ശക്തമായിട്ടുള്ള മൂടൽമഞ്ഞുണ്ട്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീട് ഇപ്പോൾ അത് റെഡ് അലേർട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നും ഈ വ്യോമ ഗതാഗത സർവീസുകളെയൊക്കെ തന്നെ ഈ കനത്ത മൂടൽമഞ്ഞ് ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ 128 വിമാന സർവീസുകളാണ് കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് റദ്ദാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.